ഇന്ധനവില വർധനവിനെതിരെ വടകരയിലെ ബസ് ഉടമകൾ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ധനവില വർധനവിനെതിരെയാണ് വടകരയിലെ ബസ് ഉടമകൾ മാർച്ച് സംഘടിപ്പിച്ചത്. വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ മാർച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആർക്ക് വേണ്ടിയാണ് ഈ കൊള്ള നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമുക്കൊരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ആഗോളവൽക്കരണം ഈ രാജ്യത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, ഈ രാജ്യത്തിലെ ജനങ്ങളെയെല്ലാം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതിസമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എല്ലാ മേഖലയെയും വളരെ ഗുരുതരമായി ബാധിക്കും. ഹോട്ടൽ വ്യവസായത്തെ, ബസ് വ്യവസായത്തെ, എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. അതുകൊണ്ട് കേരളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിച്ചുകൊണ്ട് നയത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് ശക്തിപ്പെടുത്തുന്നോ അന്നേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാ മേഖലകൾക്കും ബാധകമാണ്. അധ്യാപകൻ സമരം ചെയ്യുമ്പോൾ വക്കീൽമാർ കളിയാക്കും, വക്കീൽമാർ സമരം ചെയ്യുമ്പോൾ ഡോക്ടർമാർ കളിയാക്കും, ആ ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ കച്ചവടക്കാരും ബസ്സുകാരും കളിയാക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ ഒരു ആഗോള നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ട്, അയാൾ ബസ് മുതലാളിയല്ലേ? അല്ല, ആ മുതലാളിയല്ല. ഇവിടെ ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിഭീമനാണ്. ഇവിടെയുള്ള കേരളത്തിലെ KTC പോലും ഇവിടെ തൊഴിലാളിയുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ആഗോള ഭീമനെ തുരത്താനുള്ള ഏക വഴി എല്ലാ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തൊഴിലാളി ബോധത്തോടുകൂടി ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ KK ഗോപാലൻ നമ്പ്യാർ, A സതീശൻ, മടപ്പള്ളി മോഹനൻ, M ബാലകൃഷ്ണൻ, T സജീവ് കുമാർ, വിനോദ് ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി MP ഹരിദാസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K പ്രമോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.